ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വന്നിരിക്കുന്നത് യാമിയുടെ ന്യൂ ബോൺ ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. യാമി ജനിച്ചിട്ട് നവംബർ 19, 2024 യാമി ജനിച്ചത്. അതിനുശേഷം 15ാമത്തെ ദിവസമാണ് നമ്മൾ ന്യൂ ബോൺ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തത്. ഏകദേശം ഒരു ഫോട്ടോഷൂട്ടിനൊരു 4-5 ദിവസം മുൻപാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എന്ത് ചെയ്തു, ഇങ്ങനെ ന്യൂ ബോൺ ഫോട്ടോഷൂട്ട് എടുക്കുന്നവരിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് ടൈം, മറ്റൊന്ന് പ്രൈസ്. നമുക്ക് റേറ്റും ഓക്കെ ആവണം, ടൈമും റെഡിയാണ്. കാരണം നമുക്ക് അധികം ദിവസവും ഇല്ല നമ്മുടെ മുന്നിൽ. കാരണം 15th ഡേൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ഷൂട്ട് നടത്തിയിരിക്കണം ന്യൂ ബോൺ ഫോട്ടോഷൂട്ട് എടുക്കുകയാണെങ്കിൽ. അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. ഇൻസ്റ്റാഗ്രാം വഴിയാണ് എനിക്ക് ഇവരെ കിട്ടിയത്, ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ ടീമിനെ. അവർ കണ്ണൂരിൽ നിന്നാണ് വന്നത്. കണ്ണൂരിൽ നിന്ന് അവർ മോർണിംഗ് വന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അന്ന് കുറച്ച് തണുപ്പുള്ള ദിവസമായിരുന്നു. യാമി എന്ത് ചെയ്തിട്ടും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം അവർക്കിങ്ങനെ ഇത് പല കളർ ഇങ്ങനെ സംഭവങ്ങളൊക്കെ റാപ്പ് ചെയ്യണം, തല്ലിങ്ങനെ എന്താ പറയുക, ഹെയർ ബാൻഡ് പോലെയൊക്കെ വെക്കണം. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ ഫോട്ടോഷൂട്ട് എടുത്തു. അച്ഛൻ്റെയും മോളുടെ കോംബോ എടുത്തു, പിന്നെ യാമിയുടെ കുറച്ച് ഫോട്ടോ എടുത്തു. ഞാനത് നിന്നില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാൻ നിന്നില്ല. പക്ഷേ യാമിയുടെ ഒരു 3 ടീമിലുള്ള ഫോട്ടോസ് എടുത്തു. പിന്നെ അച്ഛൻ്റെയും മോളുടെയും കോംബോ എടുത്തു. അതുകൂടാതെ അവർ നമുക്ക് നല്ലൊരു ആൽബം പ്രൊവൈഡ് ചെയ്തു കേട്ടോ. ആൽബത്തിൽ നമ്മളോട് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചിരുന്നു. നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആൽബത്തിൽ നമ്മുടെ 7th മന്തിൻ്റെ 9th മന്തിൻ്റെ ഫോട്ടോ നമ്മൾ എടുത്തിരുന്നു. അത് നമ്മൾ കൊടുത്തു. അങ്ങനെ ആൽബത്തിൽ ആ 7th മന്തിൻ്റെ 9th മന്തിൻ്റെ ഫോട്ടോയും കൂടെ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവർ നമുക്ക് ആൽബം പ്രിപ്പയർ ചെയ്തത്. ആൽബം അടിപൊളി ആൽബമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇവരുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്, മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്. താങ്ക് യു.